നമസ്കാരം. ഞാൻ കെ മത്തായി. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. ഞാൻ കഴിഞ്ഞ മാസം ജാക്ക് ഫ്രൂട്ട് മാജിക് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്നേരം അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും എന്നെ ഫോൺ വിളിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇതൊരു ഗാർഡൻ ടൂർ പോലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗാർഡനാണ്. ഇത് സ്ഥലം പലരും ചോദിച്ചു, ഇതെവിടെയാണ്, നാട്ടിലാണോ എവിടെയാണെന്ന്. ഇത് സ്ഥലം മുംബൈയിലാണ്. നമുക്ക് കാണാം. ഇത് ഒരു പനീർ ചാമ്പയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ പനീർ ചാമ്പ എന്ന് പറയും. വെളുത്ത ആമ്പയ്ക്കായാണ്. അതുപോലെ ഇത് ഒരു കരിവേപ്പിലയാണ്. ഇവിടെ ചാക്കിനകത്ത് കുറച്ച് ചീമച്ചേമ്പ് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് വാഴയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു കാറ്റൊക്കെ അടിച്ച് അന്നേരം ഈ വാഴയൊക്കെ ചാഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് അന്നേരം ഒരു കേബിളൊക്കെ കൊണ്ട് അത് ഇപ്പോൾ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു നാരകമാണ്. ഇത് ഒരു 5 വർഷക്കാലമായി ഇത് നട്ടിട്ട്. ഇതിപ്പം നാരങ്ങയൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിപ്പം ഒരു 10-25 നാരങ്ങ ഇതിൽ ഉണ്ട്. ഒരുമാതിരി സാമാന്യം വലിയ നാരങ്ങ തന്നെയാണ്. നല്ല കായ്വ് ഫലമുണ്ട്. ഇതിവിടെ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. അന്ന് കാണിച്ച ചക്ക ഇതാണ്. ആ പ്ലാവ്. ആ പ്ലാവ് മുഴുവനായിട്ടൊന്ന് കാണിച്ച്. ഇതും ഒരു 5 വർഷമായി ഇത് നട്ടിട്ട്. ആദ്യമായിട്ടാണ് ഈ ചക്ക കായ്ക്കുന്നത്. അപ്പം കായ്ച്ച ചക്കയെല്ലാം ഈ നമ്മുടെ നിലം തൊട്ടിട്ടാണ് കായ്ച്ചിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ നട്ടപ്പോൾ അന്ന് 2x2 ഒരു കുഴിയെടുത്ത് അതിൽ കുറച്ച് ചാണകപ്പൊടിയും ചാരവും ഒക്കെ ഇട്ടിട്ട് മണ്ണും കൂടെ മിശ്രിതത്തിലാണ് ഇത് നട്ടത്. കഴിഞ്ഞ വർഷം ഇതിൽ കുറച്ച് നായ്ച്ചക്കകൾ വന്നിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നായ്ച്ചക്ക എന്നാണ് പറയുന്നത്. അത് കായ്ക്കത്തില്ല, ഇങ്ങനെ വന്നങ്ങ് പൊഴിഞ്ഞു പോകും. അന്നേരം ഞാൻ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, ഇതുപോലെ ഈ പ്ലാവിൻ്റെ ഇവിടെ പച്ച ചാണകം ഇങ്ങനെ പൊതിഞ്ഞ് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴോട്ടെ ചക്ക കായ്ക്കത്തുള്ളെന്ന്. അങ്ങനെ ഞാൻ തമിഴിൽ ഒരു ചൊല്ലുണ്ട്. അതായത് ഒരു പയ്യന് ഒരു മലയുടെ അടുത്ത് ചെന്നു. അന്നേരം ആ മല ഈ പയ്യന് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരം ആ പയ്യൻ, അവൻ്റെ കയ്യിൽ വേറെ യാതൊന്നുമില്ല, നല്ല നീളമുള്ള മുടിയുള്ള ഒരു പയ്യനായിരുന്നു. അതുവഴി ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യനോട് ഇവൻ പറഞ്ഞു, ഈ മല എനിക്ക് വേണമെന്ന്. അന്നേരം അയാൾ പറഞ്ഞു, നിന്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ നീളമുള്ള ഒരു മുടി പറിച്ചിട്ട് ആ മലയിലോട്ട് ഉടക്ക്, എന്നിട്ട് അതിനെ വലിക്കാൻ പറഞ്ഞു. അവന് നീളമുള്ള ഒരു മുടിയെടുത്തു. അതിൻ്റെ അർത്ഥം, കിട്ടിയാൽ ഒരു മല, പോയാൽ ഒരു മുടി. അന്നേരം ആ സെയിം ഫോർമുലയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. ഞാൻ കുറച്ച് ചാണകം കൊണ്ടുവന്നിട്ട് ഈ ലെവലിൽ ഇങ്ങനെ തൂത്തു. ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിസ്ഥാനവുമില്ല, അങ്ങനെയുള്ള തെളിവുകളൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചക്ക കായ്ച്ചപ്പോൾ മുഴുവൻ ചക്കയും നിങ്ങൾ കാണാം, നിലത്താണ് വിരിഞ്ഞിരിക്കുന്നത്. ഈ ചക്ക ഇപ്പോൾ 1 മാസം മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ഇത് സാമാന്യം ഇപ്പം നല്ല വലിപ്പമൊക്കെ ആയി. അന്നേരം ഈ ചക്കയുടെ മുള്ള് പരക്കുമ്പോഴാണ് ഇത് പിന്നെ വിളഞ്ഞതായിട്ട് അറിയുന്നത് നമുക്ക്. അന്നേരം ഇത് ചെറുതായിട്ട് ഈ ചക്കയിലോട്ട് ഫോക്കസ് ചെയ്യും.
ഇതിപ്പം ഈ ഇതിൻ്റെ മുള്ളിൻ്റെ വിട്ത് കൂടുന്നതനുസരിച്ചാണ് ഇത് വളഞ്ഞു വരുന്നത്. ഇതിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചക്കയുടെ വിശേഷങ്ങൾ ഇത് പറിക്കുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നു. നന്ദി, നമസ്കാരം.